നമുക്ക് വൈകിട്ട് കാണാം. നീ പറഞ്ഞതല്ലേ ഇനി വൈകിട്ട് പാർക്കിന്റെ ഗേറ്റ് ഓപ്പൺ അല്ലെങ്കിൽ പോലും അതിന്റെ പൂട്ട് കുത്തി തുറന്ന് നിനക്ക് വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. ചാരി മോനെ, ചിക് 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 ചിക്. ഇന്ന് വൈകുന്നേരം ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും. ചാരി ഗെറ്റ് റെഡി. സോറി. പോയി. എന്ത് പറഞ്ഞു? അത് പിന്നെ രണ്ട് ഭംഗിയുള്ള ലവ് ബേർഡ്സ് ഇവിടെ ഉണ്ടെന്ന്. എന്ത്? അത് പിന്നെ അതെ, അത് പിന്നെ രണ്ട് ലവ് ബേർഡ്സ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാ പറഞ്ഞ ചേട്ടാ. അതിരിക്കട്ടെ, നിന്റെ ചെയറില് ഞാനിരുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് പിന്നെ ഓഫീസിലെ എല്ലാരെക്കാട്ടും വലിയ സ്ഥാനം എനിക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ചേട്ടന്റെ മനസ്സിലെ സ്ഥാനം എന്നാ ഉദ്ദേശിച്ചത്. അവള് വിചാരിച്ചു ഞാനിരിക്കുന്ന ചെയറാണ് ഇതെന്ന്. എന്താടാ, ആ കുട്ടിയുടെ കാര്യത്തിൽ നിനക്ക് ഭയങ്കര ശ്രദ്ധയാണല്ലോ. ഞാനോ? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. ആരും ഇല്ലാത്ത കുട്ടിയല്ലേ, കുറച്ച് സഹായം ചെയ്യാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഐസ്ക്രീം എടുത്തേ. അതുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. എടുത്തരാൻ മാത്രമൊന്നുമില്ല, അത് അലിഞ്ഞു ധരിക്കുന്നു. അലിഞ്ഞു പോയെന്നാ? ശാരദാന്റിക്ക് അവരുടെ ഭർത്താവ് കൃഷ്ണപ്രസാദ് അങ്കിളിനെ ഒന്ന് കാണാനുള്ള അനുവാദം നൽകണം. ഇത്രയും കാലം അവരെ തമ്മിൽ അകറ്റി നിർത്താൻ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിലേ ഇനി അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഞാനുണ്ട്. പറയടാ. മാഡം, മൂവാറ്റുപുഴ കണ്ട കുട്ടിയുടെ രൂപരേഖ പറഞ്ഞു കൊടുത്താൽ അതുപോലെ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. അയാളെ വരാൻ പറയട്ടെ. ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത് ഇതിനു വേണ്ടിയിട്ടാ. പെട്ടെന്ന് വിളിച്ചോളൂ. എന്നാ ഞങ്ങൾ വീട്ടിലേക്ക് വരട്ടെ മാഡം? അത് വേണ്ട. ഇവിടുത്തെ സാഹചര്യം ആ പൂജ കാരണം വലിയ പ്രശ്നത്തിലാ. നീ ഒരു കാര്യം ചെയ്, നമ്മുടെ ഓഫീസ് ഗസ്റ്റ് ഹൗസ് ഇല്ലേ, അവിടേക്ക് കൊണ്ടുപോ. അങ്ങനെ ചെയ്യാം മാഡം. ബാങ്കിൽ പോയിട്ട് വന്നപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. ഇതാ നിങ്ങൾ ചോദിച്ച അത്രയും പണമുണ്ട്. പെട്ടെന്ന് ലിസ്റ്റ് ഒന്ന് തരുമോ? നിങ്ങൾ വരുമെന്ന് അറിയാവുന്നതുകൊണ്ടേ ഓൾറെഡി ആ ലിസ്റ്റ് ഞാൻ പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഫോട്ടോയും ഉണ്ട്. ഇതാ ഞാൻ അന്വേഷിക്കുന്ന ആള്. ഇയാളുടെ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കയ്യില് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു തരുമോ? അതിൽ തന്നെ ഉണ്ടല്ലോ. ഇതിലേക്ക് ഒന്ന് വിളിച്ചു തരുമോ? അതിനെന്താ, വിളിക്കാമല്ലോ.
ആരാ ആ പെണ്ണ്? എന്തൊക്കെയാ അവൾ ഇവിടെ വന്ന് സംസാരിച്ചത്? ആരാ അവൾക്ക് ഇതിന് മാത്രം ധൈര്യം കൊടുത്തത്? എനിക്കെങ്ങനെ അറിയാം മീര? അവൾ ആരാണ്, എന്തിനു വേണ്ടി വന്നു, ആർക്ക് വേണ്ടി വന്നു എന്നൊന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. റിങ് ആവുന്നുണ്ട് മോളെ, പക്ഷെ എടുക്കുന്നില്ല. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ കള്ളം പറയരുത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്ന കരുതിയ നിങ്ങള്. എന്റെ ഏട്ടനെ കണ്ട് എന്തൊക്കെയാ അവള് പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്നും നിങ്ങൾക്ക് തമ്മിൽ ഒരിക്കലും പിരിയാൻ പറ്റില്ലെന്നും നിങ്ങൾ തമ്മിൽ അകറ്റിയത് തെറ്റായി പോയെന്നും. നിങ്ങൾ അകന്നു പോയ കാര്യവും നിങ്ങൾ തമ്മിൽ ഇത്ര സ്നേഹമുള്ള കാര്യവും ഇതൊക്കെ നിങ്ങൾ അറിയാത്ത ഒരു പെണ്ണിന് ഇത്ര നന്നായിട്ട് എങ്ങനെ അറിയാം? മീര, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇനി നിങ്ങൾ എന്ത് പറയാന്? ഒന്നും പറയണ്ട. ആ പെണ്ണ് ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കെല്ലാം നന്നായിട്ട് മനസ്സിലായി. ഫോൺ എടുക്കുന്നില്ല മോളെ. ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? കാശ് വാങ്ങിയിട്ട് നിങ്ങൾ എന്നോട് കള്ളം പറയാണോ? എന്നെ പറ്റിച്ച് ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ. അയ്യോ മോളെ, ഞാൻ പറ്റിച്ചതല്ല. സംശയം ഉണ്ടെങ്കിൽ ഞാൻ ലൗഡ് സ്പീക്കറിലിടാം. പെട്ടെന്നാവട്ടെ. ആ വീട്ടിൽ പോയി നിങ്ങൾക്ക് താമസിക്കണമെന്ന് നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടല്ലേ അന്ന് അവരെ കാണാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോയത്. ഇപ്പൊ മനസ്സിലായോ? ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രഹസ്യമായിട്ട് അവളെ പോയി കാണുന്നത് പറഞ്ഞിട്ട് എന്റെ ചേട്ടനെ സ്വാധീനിച്ച് ഇപ്പൊ അവളെയും കൂടി ഇവിടെ കയറ്റി താമസിപ്പിക്കാനാണ് നിങ്ങളെ പരിപാടി. നിങ്ങളും ശാരദയും ചേർന്നല്ലേ ആ പെണ്ണിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? അയ്യോ അയ്യോ അയ്യോ, ആ സമയത്ത് എന്റെ ഏട്ടത്തി ഇതൊക്കെ കണ്ടുപിടിച്ചത് എന്തുകൊണ്ട് നന്നായി. അല്ലായിരുന്നെങ്കിൽ ആ ശിങ്കാരിയുടെ വാക്കും കേട്ട് നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോയേനെയായിരുന്നു. നീ പറഞ്ഞ ശിങ്കാരി ഉണ്ടല്ലോ, എന്നോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല, കാണണമെന്ന് പറഞ്ഞിട്ടില്ല, കുട്ടികളെ പോലും ഇങ്ങോട്ട് വിട്ടിട്ടില്ല. നിങ്ങളൊന്നും പറയണ്ട. അവൾക്ക് വേണ്ടി എന്നെ എന്റെ കുട്ടികളെയും ചതിക്കാനാണോ നിങ്ങൾ നോക്കുന്നത്? ഇന്നിപ്പോ ആരും അറിയാതെ അവരുടെ വീട് വരെ പോയി നിങ്ങള്. നാളെ അവിടെ താമസമാക്കില്ലെന്ന് എന്താ ഉറപ്പ്? മീര, ഇത്രയും കാലമായി അവരെപ്പോഴെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ആരോ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് കരുതി അത് കേട്ട് നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? ഞാൻ സംസാരിച്ചതൊക്കെ നമുക്കിടയിൽ തന്നെ നിൽക്കണം. നീ ഞാനും നമ്മുടെ കുട്ടികളും ചേർന്നാണ് നമ്മൾ, മറ്റാരുമല്ല. പിന്നെയും കട്ട് ചെയ്തു. അദ്ദേഹം ബിസിയാണെന്ന് തോന്നുന്നു മോളെ. ആണോ? സാരമില്ല, എന്നാ ഞാൻ പിന്നെ വിളിച്ചോളാം. ആ നിങ്ങൾ ചെയ്തെന്ന സഹായം ജീവിതകാലം മുഴുവൻ ഞാൻ ഓർത്തിരിക്കും. അയ്യോ, എനിക്ക് ആ ഫോൺ നമ്പറുള്ള ലിസ്റ്റ് ഒന്ന് തരാമോ? ആ എടുത്തോളൂ, ഇത് തന്നെയാണ്. ദാ. ആ ഹലോ, ആരാണ് നിങ്ങൾ? കട്ട് ചെയ്താ പിന്നെ വിളിക്കുന്നതിനാ? സാർ, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഒരു കുട്ടി ഒത്തിരി ട്രൈ ചെയ്തു സാർ. ഇത്രയും നേരം ഫോണിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു സാർ. ഇപ്പൊ പോയതേ ഉള്ളൂ. ഒരു നിമിഷം തന്നെ ഞാനൊന്ന് നോക്കട്ടെ. മോളെ, ഒന്ന് നിക്ക്. മോളെ, നിക്കാൻ.
ഒന്ന് നിന്നേ. സാർ, ആ കുട്ടി ഓട്ടോ കയറി പോയി സാർ. ആരാ കുട്ടി? അറിയില്ല സാർ. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന പാസഞ്ചർ ലിസ്റ്റ് ചോദിച്ചു. ഞാൻ ലിസ്റ്റ് എടുത്തു കൊടുത്തു. ഫോട്ടോ കണ്ട് നിങ്ങളെ അന്വേഷിച്ചെന്നാ പറഞ്ഞത്. എന്നെ അന്വേഷിച്ചെന്നോ? ആ കുട്ടിയുടെ നമ്പർ ഉണ്ടോ കയ്യിൽ? ഇല്ല സാർ. കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയാം സാർ. ശരി, താങ്ക് യു. ആ, ഓക്കെ സാർ. നല്ല തുറന്ന കണ്ണുകളാണ്. ഇവിടെ ഒരു ബൊമ്മ ഫാക്ടറി ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ളവരോട് ചോദിച്ചപ്പോ അറിയില്ല എന്നാ പറയുന്നത്. ചേട്ടനോട് ചോദിച്ചാ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അതെ, അവളുടെ കണ്ണുകൾ ഇങ്ങനെ തന്നെ. മൂക്കിന് ഇത്രയും നീളമില്ല. കുറച്ചുകൂടെ വട്ടമുഖം. ആ, ഈ കുട്ടി തന്നെയാണ്. ഈ കുട്ടി തന്നെ. ഈ പെണ്ണോ? അതെ മേഡം, ഞാൻ കണ്ടത് ഈ കുട്ടി തന്നെയാണ്. ശരിക്കും നോക്കി പറയടാ. നല്ലോണം നോക്കിയിട്ടാ പറഞ്ഞത് മേഡം. ഞാൻ കണ്ടത് ഈ കുട്ടിയെ തന്നെയാണ്. ഇവളെന്തിനാ മൂവാറ്റുപുഴ പോയത്? എന്തിനായിരിക്കും? ഇവൾക്ക് ആ നാടുമായിട്ട് എന്താ ബന്ധം? അവളെന്തിനാ ആ വീട്ടിൽ താമസിക്കുന്നത്? ശാരദയുടെ പേരും പറഞ്ഞ് അവൾ എന്തിനായിരിക്കും എന്റെ വീട്ടിലേക്ക് വന്നത്? എനിക്കെന്താ ഇവളെ കാണുമ്പോ ശോഭാചന്ദ്രയെ ഓർമ്മ വരുന്നത്? ശരിക്കും ശരിക്കും അവൾ ആരാ? അന്ന് അതും പറഞ്ഞവരയച്ചു, ഇന്ന് വീണ്ടും അയച്ചിരിക്കുന്നു. ഇങ്ങനെ എന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആളെ പറഞ്ഞു വിട്ട് എന്നെ അദ്ദേഹത്തിൽ നിന്ന് പിരിക്കാൻ നോക്കുകയാണല്ലേ നിങ്ങള്? എന്താ അമ്മേ ആലോചിക്കുന്നത്? ഒന്നുമില്ലടാ, നീ ഇരിക്കേ. അമ്മ കഴിച്ചായിരുന്നോ? ഇല്ല മോനെ, ഇനി വേണം കഴിക്കാൻ. അമ്മയെ കണ്ടിട്ട് എന്തോ സങ്കടം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ആ തെയ്ത്തക്ക വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അയ്യോ, അതൊന്നും ചെയ്തില്ലടാ. എന്നിട്ട് ആ തെയ്ത്തക്ക ഇതുവരെ കണ്ടില്ലല്ലോ അമ്മ. എവിടെ പോയി? ആന്റി, പൂജ,
ഗുഡ് ന്യൂസ് ആന്റി. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളുടെ കോണ്ടാക്ട് നമ്പർ കിട്ടി. അദ്ദേഹത്തെ കണ്ടു കിട്ടിയ ഞാൻ വന്ന കാര്യം നടക്കും. ഓ, കൺഗ്രാറ്റുലേഷൻസ്. വെരി ഹാപ്പി. ഗുഡ് ന്യൂസ്. എന്തിനാ? ഞാൻ വന്ന കാര്യം നടക്കുന്നുള്ള സന്തോഷത്തിലാണോ? ഓഹോ, അല്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു പോവല്ലോ, അതുകൊണ്ട്. കണ്ടോ ആന്റി, ആന്റിയുടെ മോൻ എന്തൊക്കെയാ പറയുന്നതെന്ന്? ഇതിന് മനുഷ്യരെ കുറിച്ച് എന്തെങ്കിലും അറിയോ ആന്റി? മനുഷ്യരെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ മനുഷ്യരെ പോലെ നടിക്കുന്നവരെ പറ്റി എനിക്കറിയാം. എന്തറിയാ നിങ്ങൾക്ക്? സ്നേഹിക്കുന്നവരെ പറ്റി അറിയോ? സ്നേഹത്തിന്റെ മഹത്വം അറിയോ? എപ്പോഴും മിസ്റ്റർ സീരിയസ് ആയി നടന്നിട്ട് മുഖം സീരിയസ് ആയിട്ട് വെക്കാൻ മാത്രമല്ലേ അറിയൂ? ദേ, എന്റെ മുഖത്തിനെ പറ്റി മാത്രം പറയരുത്. ഞാൻ മനസ്സിനെ കുറിച്ചാ പറഞ്ഞത്. എന്തറിയാം നിനക്ക് എന്റെ മനസ്സിനെ കുറിച്ച്? നിങ്ങൾ ചുറ്റുമുള്ള മനുഷ്യരെ പറ്റി എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതിന്റെ ആവശ്യം എനിക്കില്ല. വരുന്നവരെ പോകുന്നതിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കാം. വരുന്നവരെയും പോകുന്നവരെയും കുറിച്ച് ചിന്തിക്കണ്ട, വീട്ടിലുള്ളവരെ കുറിച്ചെങ്കിലും ചിന്തിച്ചൂടെ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതല്ലാതെ ഇവിടെ ഉള്ളവരെ പറ്റിയോ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നോ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അറിയാന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ അമ്മയുടെ മനസ്സെന്താണെന്ന് നിങ്ങൾക്കറിയോ? അവരുടെ സങ്കടം എന്താണെന്നറിയോ? പൂജ, നീ ഇങ്ങോട്ട് വന്നേ. നീ എന്താ ഈ ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ആന്റിയുടെ മനസ്സെന്താണെന്ന് ആന്റിയുടെ മോന് മനസ്സിലാവാൻ വേണ്ടിയാ. നീ പറഞ്ഞ ഉടനെ അവന് മനസ്സിലാവണമെന്നുണ്ടോ? പറഞ്ഞാലല്ലേ ആന്റി അറിയൂ. അതിനുവേണ്ടി നീ ആ വീട്ടിലേക്ക് പോണോ? അവിടെ ഉള്ളവരോട് സംസാരിക്കണോ? ആ വീട്ടിലുള്ളവര് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചതേ ഇല്ല ആന്റി. ഞാൻ ആന്റിയെ കുറിച്ച് മാത്രം ആലോചിച്ചേ. ആന്റി ഇവിടെ ഇരുന്ന അങ്കിളിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് ഞാൻ എന്നും കാണുന്നതല്ല ആന്റി. ആന്റിയുടെ മനസ്സിൽ ഇപ്പോഴും അത്രയ്ക്ക് സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് അവരകറ്റിയത്. അത് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ പോയത്. നീ അവിടെ പോയത് ജഗത്തറിഞ്ഞ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് നിനക്കറിയില്ല. വേണ്ട മോളെ, നീ ഒരിക്കലും ഇനി ആ വീട്ടിലേക്ക് പോവരുത്. ആന്റി, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. കുറച്ചു ദിവസം കഴിയുമ്പോ എല്ലാം ശരിയാവും. ആ വീടുമായി നിങ്ങൾ ഒന്നു ചേരണമെന്നുള്ളതാ ഇപ്പൊ എന്റെ ആഗ്രഹം. ആന്റിയുടെ മോനൊന്നും അറിയില്ല ആന്റി. അമ്മയുടെ മനസ്സ് പോലും അറിയില്ല. കുഞ്ഞുനാള് മുതൽ ആന്റി അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു. ഇത്രനാൾ ആന്റി ജീവിച്ചതേ അവർക്ക് വേണ്ടിയാ. അത് തിരിച്ചു ചെയ്യേണ്ടത് ആന്റിയുടെ മകന്റെ കടമയാ. ആവശ്യങ്ങൾ വേറെ, ബന്ധങ്ങൾ വേറെ. ആന്റിക്ക് ആവശ്യമുള്ളത് മാത്രമല്ല ആന്റി ചെയ്തു തരണ്ടേ, ആന്റിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു തരണം. അതാണ് ശരിക്കുള്ള സ്നേഹം. ആന്റിയെ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. ആന്റിയും അങ്കിളും ഒന്നായിട്ട് വേണം എനിക്ക് നിങ്ങളെ ജീവിതകാലം മുഴുവൻ കണ്ടോണ്ടിരിക്കാൻ. അതെന്റെ ചെറിയൊരു സ്വാർത്ഥതയാ. അതിനുവേണ്ടിയാ ഞാൻ എന്റെ പരമാവധി ശ്രമിക്കുന്നത്. അത്യുത്കട പുണ്യപാപാനാം സഖ്യം ഫലാനുഭവമിഹം